വ്ളാത്താങ്കര ചീരയുടെ നാടായി ഇനി കൊളച്ചേരിയും വൈകാതെ അറിയപ്പെടും. കൊളച്ചേരി കരിവയലിലെ കൊല്ലറേത്ത് നാരായണനും ഭാര്യ ഭാഗീരഥയും ഇതിനകം വ്ളാത്താങ്കര ചീരയുടെ ഉൽപാദകരായി കഴിഞ്ഞു. വ്ളാത്താങ്കര ചീര കൃഷിയാണ് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ സജീവമാകുന്നത്. ഒരു ചീരയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക ഗ്രാമമാണ് വ്ളാത്താങ്കര. തങ്കയ്യൻ പ്ലാങ്കാല എന്ന കർഷകനാണ് നല്ലയിനം ചീര കണ്ടെത്തി അതിന് തന്റെ ഗ്രാമത്തിന്റെ പേര് നൽകിയത്. നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ പഞ്ചായത്തിലെ വ്ളാത്താങ്കരയിൽ വ്ളാത്താങ്കര ചീര കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴാണ് കൃഷിയിൽ സജീവമായ കൊളച്ചേരിയിലെ കർഷകനായ കൊല്ലറേത്ത് നാരായണനും ഭാര്യ ഭാഗീരഥിയും ഒരു പരീക്ഷണത്തിനിറങ്ങിയത്. മറ്റു ചീരകളിൽ നിന്ന് ഒട്ടേറെ വ്യത്യസ്തതകളുള്ളതാണ് വ്ളാത്താങ്കര ചീര. പിഴുതെടുത്ത് വിൽക്കുന്ന മറ്റു ചീര ഇനങ്ങളെ പോലെയല്ല വ്ളാത്താങ്കര ചീര. മറ്റിനങ്ങൾ വേഗത്തിൽ പൂക്കുന്ന സ്വഭാവമുള്ളവയാണ്. എന്നാൽ വ്ളാത്താങ്കര ചീര വേഗം പൂക്കില്ല. ധാരാളം ശിഖരങ്ങളും ഉണ്ടാകും. ഈ ശിഖരങ്ങൾ മുറിച്ചാണ് വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. ഒരാൾ പൊക്കത്തിൽ വളരുന്ന ചീരയിൽ നിന്ന് 8 മാസത്തിലധികം വിളവെടുക്കാം. നല്ല പട്ടു ചുവപ്പ് നിറമുള്ള ചീരയ്ക്ക് രുചിയും കൂടുതലാണെന്ന് നാരായണൻ പറയുന്നു. അപ്പോൾ നമ്മളൊരു പൊട്ടിക്കൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു 10-15 അതൾ വരും. അപ്പോൾ നമുക്കൊരു 15 ദിവസം കൂടുമ്പം പറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ മാസം പറിച്ചിട്ട് ഇപ്രാവശ്യം ഈ മാസം 2 പ്രാവശ്യം പറിച്ചു. മൊത്തം 4 പ്രാവശ്യം ഈ ചീര പറിച്ചു. അപ്പോൾ അതേമാതിരി തന്നെ വേറെ വിഷങ്ങളൊന്നും ഉപയോഗിക്കില്ല. നാടൻ പശുവിൻ്റെ മൂത്രം 1 ലിറ്ററിൽ 5 ലിറ്റർ വെള്ളം അയച്ചിട്ട് പുണ്ണാക്കും ചാണകവും കൂട്ടി കലർത്തിയിട്ട് കുടഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ചീര കൊണ്ടുപോയാൽ കൂട്ടർ ആരും ഫോൺ വിളിക്കലാണ്. ആവശ്യക്കാർ ഇന്ന് കൊണ്ടുപോയാൽ നാളെയും കൂടി കിട്ടുമെന്നുള്ള കണ്ടീഷനിൽ ഫോൺ വിളിച്ചിട്ടാണ് സാധനം മേടിച്ചു കൊണ്ടുപോകും. കൊളച്ചേരി കരിവയലിൽ നാരായണന് ചീരകൃഷി മാത്രമല്ല നെൽകൃഷി, പയർ, മമ്പയർ, ഉഴുന്ന് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. വന്യമൃഗശല്യമാണ് കാർഷിക രംഗത്ത് നാരായണൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ചീരയ്ക്ക് ആവശ്യക്കാർ ഏറിയതോടെ വ്ളാത്താങ്കര ചീര വ്യാപിപ്പിക്കാനാണ് നാരായണന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.